അനാമിക പോയി കഴിഞ്ഞ ശേഷം നയനയാണെങ്കിലും ദേവയാനിനോട് പറയുന്നുണ്ടായിരുന്നു, നന്ദുവിനെ കള്ളക്കേസിൽ കുടുക്കിയത് അനാമികയുടെ അച്ഛനാണെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറയുമ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, അതിനിങ്ങനെ അവരെ വീട്ടിൽ കയറി തല്ലേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? നന്ദു അവളുടെ ഫ്രണ്ട്സും കൂടിയാണോ അനാമികയുടെ അച്ഛനും അമ്മയും തല്ലിയെന്ന് ചോദിക്കാനായിട്ട്. അപ്പം നയന പറയുന്നുണ്ടായിരുന്നു, അതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയും. ഇനിയിപ്പോൾ ഇത് കേസായാൽ അവൾക്ക് ഇനിയും ഇങ്ങനെ ക്യാമ്പിന് പോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, പോകാൻ പറ്റും, മാരാർ വക്കീലിനെ പോലെ ഒരു നല്ലൊരു വക്കീലുണ്ടെങ്കിൽ എന്തായാലും ഏത് കേസെന്നും നന്ദുവിന് ഊരിപ്പോരാന്ന് പറയാണ് കേട്ടോ. അപ്പൊ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അങ്കിൾ അങ്ങനെ അനാവശ്യ കേസൊന്നും ഇങ്ങനെ ഏറ്റെടുക്കാറില്ല എന്ന് പറയട്ടോ. അദ്ദേഹം കുറച്ച് നന്മയൊക്കെ ഉള്ള ആളാണെന്ന് പറയാണ്. അപ്പോൾ അങ്കിൾ എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് നയന ചോദിക്കുന്നുണ്ടായിരുന്നു, മാരാർ വക്കീലിനോട് അമ്മയ്ക്ക് നല്ല അടുപ്പാണല്ലേ എന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ എനിക്ക് മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാവർക്കും അങ്ങനെ അങ്കിളിനോട് നല്ല അടുപ്പം തന്നെയാണ്, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആണ് എന്ന് പറയട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, അല്ല അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് അങ്ങ് പോവാണ്. പിന്നീട് നന്ദുവിനെ വിളിക്കുകയാണ്. നന്ദുവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീയും നിന്റെ ഫ്രണ്ട്സും കൂടെ ഇന്നലെ രാത്രി അനാമികയുടെ വീട്ടിൽ പോയോ എന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ പോയി എന്ന് പറയാണ്. പിന്നീട് അനാമികയുടെ അച്ഛനെ അമ്മേനെയൊക്കെ തല്ലി ചതച്ച കാര്യമൊക്കെ നന്ദു അങ്ങ് പറയുന്ന സമയത്ത് എന്താ മോളെ ഇതെന്ന് പറയൂട്ടോ. അപ്പോൾ നീയാണ് അവരെ അടിച്ചതെന്ന് അവരറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത്തവണ മുഖം കാണിച്ചിട്ട് തന്നെയാണ് പോകുന്നത് എന്ന് പറയൂട്ടോ. അപ്പോൾ മോളെ ഇനിയിപ്പോൾ ഇതെങ്ങാനും കേസായാലോ, നിനക്ക് ഇങ്ങനെ ക്യാമ്പിലേക്ക് പോകാനുള്ളതല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്താ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, എന്നെ വെറുതെ കള്ളക്കേസിൽ കുടുക്കിയതും പോരാ, എന്നിട്ട് അവരിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതോടുകൂടി അവരിത് നിർത്തണം, അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് മുഖം കാണിച്ചിട്ട് പോകുന്നതെന്നും പറയുകയാണ്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ടായിരുന്നു, അവരാണ് നിന്നെ കള്ളക്കേസിൽ കുടുക്കിയെന്നുള്ളതിന് വല്ല തെളിവുണ്ടോ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് കാണാൻ വേണ്ടിയിട്ടല്ലേ ആ വേണു എന്ന് പറയുന്ന അവൻ അവിടേക്ക് വന്നത്, പിന്നെ വെറുതെ വന്നതാണെന്നാണോ ചേച്ചിയുടെ വിചാരം? അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് കേസാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെയായിരിക്കും കൂടുതൽ ഡാമേജ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നന്ദു ആണെങ്കിലും ഇതോടുകൂടി അവരിതെല്ലാം നിർത്തണം, അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നന്നായിട്ട് കൊടുത്തത് എന്ന് പറയാണ്. ഇനിയിപ്പോൾ ഇതോടുകൂടി നിർത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ പോലീസ് യൂണിഫോം അങ്ങ് വേണ്ടാന്ന് വെക്കും, രണ്ടിൻ്റെയും കൈയും കാലൊക്കെ തല്ലി ഇങ്ങനെ ഒടിച്ചിടും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ നന്ദു ദേഷ്യത്തിൽ. അത് പറഞ്ഞിട്ട് നന്ദു കോളങ്ങ് കട്ട് ചെയ്യാണ്. അപ്പം നയനയ്ക്കാണെങ്കിലും ആകെ സങ്കടമാവുന്നുണ്ട്. പിന്നീട് അനാമികയാണെങ്കിലും അച്ഛനെയും അമ്മേനെയും കാണാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പം അനാമിക ചോദിക്കുന്നുണ്ടായിരുന്നു, നന്ദു അവളുടെ ഫ്രണ്ട്സുമാണ് തല്ലിയതെന്ന് ഉറപ്പാണല്ലോ, അവള് ഇങ്ങനെ ഹെൽമെറ്റ് മാറ്റി മുഖം കാണിച്ചിട്ടല്ലേ പോയത്, അപ്പോൾ പിന്നെ നമുക്കിത് കേസാക്കി കൂടെ എന്ന് ചോദിക്കുമ്പോൾ വേണു പറയുന്നുണ്ടായിരുന്നു, അത് പറ്റില്ല മോളെ, അവളെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരുത്തൻ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്, അവനെ ഞാൻ വിളിച്ചതിൻ്റെ തെളിവൊക്കെ ഉണ്ട്, അതുകൊണ്ട് അത് പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയായിരിക്കും ചിലപ്പോൾ നമുക്ക് തന്നെയായിരിക്കും കൂടുതൽ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത്, അതുകൊണ്ട് പറ്റില്ല എന്ന് പറയാണ്. അതിനേശാണെങ്കിലും രേവതി പറയുന്നുണ്ടായിരുന്നു, അവരിങ്ങനെ വാതിൽ കുത്തി തുറന്നാണ് അകത്ത് കയറിയിട്ടുള്ളത്, പിൻവശത്തെ വാതിൽ കുത്തി തുറന്നാണ്, വാതിലിനൊന്നും അങ്ങനെ പരിക്കൊന്നും പറ്റിയിട്ടില്ല, പക്ഷെ എങ്ങനെയൊക്കെയോ കുത്തി തുറന്നാണ് അവരകത്ത് കയറിയത്, ഇനിയിപ്പോൾ നമ്മൾ ബെഡ്റൂമിൽ ഇരുന്നാലും അവർ വാതിൽ കുത്തി തുറന്ന് ഇങ്ങോട്ട് കയറി വരും എന്നുള്ള കാര്യം ഉറപ്പായി എന്ന് പറയാനുണ്ട്. അപ്പോൾ വേണുവിനാണെങ്കിലും രേവതിക്കാണെങ്കിലും നല്ലോണം അടി കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ വേണു പറയുന്നുണ്ടായിരുന്നു, ഇതിപ്പോൾ പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്, അവൾക്ക് നന്നായിട്ട് അടിക്കാനറിയാം, ഇങ്ങനെ പുറത്ത് പരിക്കില്ലാത്ത രീതിയിൽ ഉള്ളിലെ അവയവങ്ങൾക്ക് പരിക്കുണ്ടാക്കിയിട്ടാണ് അവൾ അടിക്കുന്നതെന്ന് പറയട്ടോ. അപ്പോൾ അതുകൊണ്ട് മോളും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അനാമികനോട്. അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെയാണെങ്കിൽ അവൾ എന്നെ അടിക്കുമല്ലോ എന്ന് പറയും. അപ്പോഴാണ് കേട്ടോ പറയുന്നത്, അത് ശരിയാണ്, ഇങ്ങനെ ആണുങ്ങളെ അടിക്കുന്ന അവൾക്ക് ഇങ്ങനെ മോളെ പോലെ ഉള്ള ഒരുത്തിനെ അടിച്ച് ഒതുക്കാനൊന്നും പാടില്ല, അതുകൊണ്ട് മോളും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും അനിയൊക്കെ അറിഞ്ഞിട്ട് തന്നെയായിരിക്കും ചെയ്യുന്നതെന്ന് അനാമിക പറയുമ്പോൾ, അത് ഉറപ്പല്ലേ എന്ന് വേണം പറയുകയാണ് കേട്ടോ. അങ്ങനെ ഒരുത്തൻ്റെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് രേവതി ആണെങ്കിലും പറയുകയാണ്, മോളിങ്ങനെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾക്കാണ് ഇപ്പോൾ കൂടുതൽ പരിക്ക് കിട്ടുന്നത്, അതുകൊണ്ട് മോള് ഇനിയിപ്പോൾ അവിടുന്ന് എങ്ങനെയും കുറച്ച് സ്വത്തൊക്കെ അടിച്ച് മാറ്റി വേഗം അവിടുന്ന് ഇറങ്ങാൻ നോക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് തന്നെയായിരിക്കും കൂടുതൽ പരിക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അനാമികയ്ക്ക് ഇത് എങ്ങനെയും കേസാക്കണം എന്നുണ്ട്. അപ്പോൾ അത് പറയുന്ന സമയത്ത് അത് പറ്റില്ല, ഇനിയിപ്പോൾ നന്ദുവിനെതിരെ നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പഴയ കേസൊക്കെ കുത്തിപ്പൊക്കും, അതുപോലെ തന്നെ പാലിൽ വിഷം ചേർത്തത് ഞാനും നീയും കൂടിയാണല്ലോ എന്ന് രേവതി പറയാണ്. അപ്പോൾ അവരതൊക്കെ കുത്തിപ്പൊക്കും, അതുകൊണ്ട് നമുക്ക് തന്നെയായിരിക്കും പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത്, അതുകൊണ്ട് അതൊന്നും വേണ്ട, കേസ് കൊടുക്കണ്ട എന്നുള്ള ആ തീരുമാനത്തിൽ തന്നെയാണ് കേട്ടോ അവരാണെങ്കിലും. പിന്നീട് അനാമികനോടും നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു, നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയ പോലെ ഇരിക്കില്ല, അപ്പോൾ അതുകൊണ്ട് അതും വേണു പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം വേണു അങ്ങനെ അനാമികനോട് പറയുകയാണ്, ഇനിയിപ്പോൾ അവളെങ്ങാനും SI ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടത്തിലാവും, എൻ്റെ പേരിലാണെങ്കിൽ ഒരുപാട് കേസുകളുണ്ടല്ലോ, ഞാൻ ഒരുപാട് പേർക്ക് ഇങ്ങനെ കടക്കാരനാണ്, അതൊക്കെ അവൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നാൽ അനന്തപുരിയിലുള്ളവരെല്ലാവരും നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയും, അത് പിന്നെ നമുക്ക് മാനഹാനിയും തന്നെ നഷ്ടമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടെ കേൾക്കുമ്പോൾ അനാമികയ്ക്കാണെങ്കിലും ആകെ ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ടായിരുന്നേ.
അതിനുശേഷം അനിയാണെങ്കിൽ പുറത്തേക്ക് പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നന്ദു ആണെങ്കിലും അനീനെ വിളിക്കുന്നുണ്ടായിരുന്നു. അനീനെ വിളിക്കുന്ന സമയത്ത് തന്നെ അനി നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു തന്നെ ഒന്ന് ഞാൻ കാണാനിരിക്കുകയായിരുന്നു എന്ന് പറയും. അപ്പോൾ നന്ദു ചോദിക്കും എന്തിനാണെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ തന്നെ ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ്. അന്നത്തെ പോലെ വീണ്ടും വീട് കയറി തല്ലിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുകയാണ് ഇത്തവണ മുഖം കാണിച്ചിട്ട് തന്നെയാണ് തല്ലിയത് എന്ന് പറയട്ടോ. അപ്പോൾ നന്ദുവിനെ കള്ളക്കേസിൽ കുടുക്കിയതും അവളുടെ അച്ഛനും അമ്മയ്ക്ക് തന്നെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ദേഷ്യം നന്നായിട്ട് നന്ദു തീർക്കുകയും ചെയ്തു. അപ്പോൾ അത് അനീനോട് പറയുകയാണ് ഇനിയിപ്പോൾ എനിക്കിങ്ങനെ അടുത്ത ക്യാമ്പിന് മാത്രമേ എങ്ങനെ പോകാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തും അങ്ങനെ അനി പറയുന്നുണ്ടായിരുന്നു തൻ്റെ അച്ഛനമ്മമാരെയും ചേച്ചിമാരെയൊക്കെ പോലെ എനിക്കിപ്പോൾ തൻ്റെ സ്വഭാവം ഇങ്ങനെ ഭയങ്കര പേടിയാണ്, വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ള രീതിയിലാണ് നീ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറയൂ കേട്ടോ. അതുപോലെ പിന്നെ നന്ദുവിനെ ഇങ്ങനെ സ്നേഹിക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്കും ഇങ്ങനെ നന്ദുവിന് എന്തെങ്കിലും പറ്റിയാൽ വേദനയാവുമല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നീയും കൂടെ ഒന്ന് മനസ്സിലാക്കണം എന്നൊക്കെ നന്ദുവിനോട് അനി പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നേ. പിന്നീട് നന്ദു അനീനോട് പറയുന്നുണ്ടായിരുന്നു അനാമികയുടെ അച്ഛനും അമ്മയും നന്ദുവിനെതിരെ കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നേരത്തെ എന്നെ ഒന്ന് അറിയിക്കണം, എനിക്കതിനെ പ്രതിരോധിച്ചേ പറ്റുള്ളൂ എന്ന് നന്ദു പറയുകയാണ്. അപ്പം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് അനി ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് തന്നെ എപ്പോഴാന്ന് കാണാൻ പറ്റിയാന്ന് ചോദിക്കുക. അപ്പം നന്ദു പറയാണ് ആദ്യം നീ പോയി നിന്റെ അമ്മായിയമ്മേനെയൊക്കെ ഒന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് നന്ദു കോളങ്ങ് കട്ട് ചെയ്യാണ്. പിന്നീട് നയനയുടെ അടുത്തേക്കാണ് കേട്ടോ അനി നേരെ വരുന്നത്. നയന എന്തോ ഡിസൈനൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നന്ദുവിന് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകാൻ പറ്റാത്തതിൻ്റെ വിഷമം നല്ലോണം ഉണ്ട്, അത് നന്ദു എന്നെ വിളിച്ചപ്പോഴും പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു അതിനെന്താ ഇനിയിപ്പോൾ അടുത്ത ക്യാമ്പ് ഉണ്ടാകുമ്പോൾ പോവാലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം എന്തായാലും നന്ദുവിനെ കള്ളക്കേസിൽ കുടുക്കിയത് അനാമിക അവളുടെ അച്ഛനും അമ്മയ്ക്ക് തന്നെയാണ്, അത് എനിക്ക് ഉറപ്പാണ് എന്നിങ്ങനെ അനി പറയുന്ന സമയത്ത് ജാനകിയും ദേവയാനിയും അവിടെ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നേ. അനി അങ്ങനെ പറയുമ്പോൾ ജാനകിക്ക് അത് ഇഷ്ടാവുന്നില്ല. അപ്പോൾ ജാനകി വന്ന് അങ്ങനെ അനിയനോട് പറയുന്നുണ്ടായിരുന്നു നിനക്ക് ഏത് സമയവും ഇങ്ങനെ അനാമിക മോളുടെ അച്ഛനെയും അമ്മേനെയും ഇങ്ങനെ കുറ്റപ്പെടുത്താൻ മാത്രമേ സമയമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവർ തെറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അതിനെ അനുകൂലിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയട്ടെ. അപ്പോൾ നിന്റെ വല്യമ്മ ഇവിടെ ഉണ്ടെന്ന് നോക്കാതെ നിന്റെ കാരണത്ത് ഞാൻ അടിക്കും എന്നൊക്കെ അനീനോട് പറയുകയാണ്. അപ്പോൾ ദേവയാനി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അതിനെ അനുകൂലിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, നന്ദുവിനെ കള്ളക്കേസിൽ കുടുക്കിയത് അവർ തന്നെയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ ദേവയാനി സംസാരിക്കുന്നത്. ആ സമയത്ത് ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു ഏട്ടത്തി എന്താ ഇങ്ങനെ, അവർക്ക് എന്താ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയും. പിന്നീട് അനാമികയുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ നന്നായിട്ട് അടിയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതെന്താ നിനക്കൊരു വേദന ഇല്ലാത്തതെന്നൊക്കെ അനീനോട് ചോദിക്കുകയാണ്. അപ്പോൾ അവർക്ക് അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിലിരിപ്പോണ്ട് തന്നെയാണ് എന്ന് പറയും. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് അവരെങ്ങനെ വീട് കയറി ആരോ അടിക്കുന്നത് എന്നൊക്കെ ജാനകി പറയാണ്. അത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് അവർക്ക് ഇടയ്ക്ക് ഇങ്ങനെ അടി കിട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ അനിയും പറയുകയാണ് കേട്ടോ. അപ്പം എനിക്കാണെങ്കിലും നല്ല ദേഷ്യമാണ്. ജാനകി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു രേവതി എന്നെ വിളിച്ചപ്പോഴും പറഞ്ഞു നീ അവരുടെ കാര്യമൊന്നും അന്വേഷിക്കാൻ അങ്ങോട്ട് ചെല്ലുന്നില്ല, അവർക്ക് ഇങ്ങനെ അടി കിട്ടി ആകെ ഇതായിട്ട് നിൽക്കുകയാണല്ലോ, അപ്പം അനി അങ്ങോട്ട് പോവാത്തതിൻ്റെ വിഷമം കൊണ്ട് ജാനകിക്ക് ഉണ്ട് കേട്ടോ. അപ്പം രേവതി അത് വിളിച്ചപ്പോഴും എന്നോട് പറഞ്ഞു, അവളിങ്ങനെ എന്നോട് സങ്കടം പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു അവർക്ക് ഇങ്ങനെ അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ അവരുടെയൊക്കെ സങ്കടം മാത്രമേ ഉള്ളൂ, അവളെ കല്യാണം കഴിച്ചതോടുകൂടി എൻ്റെ മനസ്സമാധാനം പോയി എന്നൊക്കെ പറഞ്ഞ് അനി ദേഷ്യത്തിൽ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് നയനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇളയമ്മ അവൻ പറഞ്ഞത് ശരി തന്നെയാണ്, നന്ദുവിനെ ഇങ്ങനെ കള്ളക്കേസിൽ കുടുക്കിയത് അനാമിക അവളുടെ അച്ഛനും അമ്മയ്ക്ക് തന്നെയാണെന്ന് പറയുമ്പോൾ ഇവളാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അനീനെ ചൂട് പിടിപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ദേവയാനീനോട് ജാനകി പറയുകയാണ് കേട്ടോ. അനി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്ന സമയത്താണെങ്കിലും ജാനകി ദേവയാനിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഏട്ടത്തി എന്താ അവനെ ഒന്ന് പറഞ്ഞ് തിരുത്താത്ത എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും ദേവയാനി അനാമിക മോൾ എന്തായാലും ഈ വീട്ടിൽ നിന്ന് പോയില്ല എന്നുള്ള ഒരു ഉറപ്പ് ജാനകിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അനാമിക മോളും ഒന്നിങ്ങനെ ഒതുങ്ങി കൊടുക്കണ്ടേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അനാമിക മോളും ഇങ്ങനെ ഒന്ന് ഒതുങ്ങി കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് ദേവയാനി സംസാരിക്കുന്നത്. അപ്പം നയന പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണ്, ഇങ്ങനെ ഇളയമ്മയുടെ മരുമോള് തെറ്റ് ചെയ്താലും അതിങ്ങനെ തെറ്റി ചൂണ്ടിക്കാണിക്കണം എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം, നീ ഇവിടുന്ന് പോകാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് നയനയോട് അങ്ങ് പറയാണ് കേട്ടോ. കുറച്ച് ദേഷ്യത്തിൽ തന്നെയാണ് ദേവയാനി പറയുന്നത്. അപ്പോൾ നയന ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് പോവാണ്. നയന അങ്ങ് പോകുന്ന സമയത്ത് ജാനകി ആണെങ്കിലും പറയുകയാണ് ദേവയാനിയോട് ഇവളെ ഒറ്റ ഒരുത്തിയാണ് അനാമിക മോളും അനിയും തമ്മിൽ പ്രശ്നം ഉണ്ടാവാൻ കാരണം, ഇനി ഇങ്ങനെ അനാമിക മോള് പോയാൽ അവളുടെ അനിയത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാന്നുള്ള ചിന്തയാണ് അവൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുകയാണ് കേട്ടോ. അപ്പം എന്തായാലും ജാനകി പറയുന്നുണ്ടായിരുന്നു നീ അതൊന്നും കാര്യമാക്കണ്ട, എന്തായാലും നിനക്ക് ഞാനൊരു ഉറപ്പ് തരാം, അനാമിക മോള് ഇവിടുന്ന് ഒരിക്കലും പോവില്ല എന്നുള്ളൊരു ഉറപ്പ് നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് ദേവയാനി ആണെങ്കിലും ഏതോ ഒരു വലിയ പോലീസ് ഓഫീസർ വിളിക്കുന്നുണ്ടായിരുന്നു നന്ദുവിന് വേണ്ടിയിട്ട്.
സാറ് വിചാരിച്ചാൽ ഇത്തവണത്തെ ക്യാമ്പിൽ തന്നെ അവളെ കയറ്റി വിടാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് പറ്റില്ല, എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ക്യാമ്പിന് മാത്രമേ ആ കുട്ടീനെ എങ്ങനെ കയറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് സോറിയൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ ദേവയാനീനോട്. അപ്പോൾ അവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ സാറിനോട് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ്. അപ്പോൾ നൈനിയാണെങ്കിൽ അവിടെ മാറി നിന്നിട്ട് ഇവരുടെ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ദേവയാനി അങ്ങ് പോകുന്ന സമയത്ത് നൈന ചിന്തിക്കുകയാണ്, അമ്മ ഏതോ വലിയ പോലീസ് ഓഫീസറെ വിളിച്ചതാണ് നന്ദുവിനെ വേണ്ടി റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അമ്മയുടെ ഇത് മനസ്സിലെന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അതിന് മുന്നേ എനിക്ക് ഇങ്ങനെ ഞാൻ വിചാരിച്ച കാര്യം കൂടെ കണ്ടെത്തണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നീട് നവ്യാണെങ്കിലും ഫോണിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നൈന അവിടേക്ക് വന്നിട്ട് എന്തോ മാഗസിൻ എന്തോ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു ഡിസൈൻ ഉണ്ട്, അപ്പോൾ അത് കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഡിസൈൻ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് നന്നായിട്ടുണ്ടല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ നൈനയ്ക്കാണെങ്കിലും ആ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല സിമ്പിളുമാണ്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാരാ ഡിസൈൻ ചെയ്തതെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, അത് ആദർശേട്ടനോട് പറഞ്ഞാൽ തപ്പിയെടുത്ത് തരില്ല എന്നൊക്കെ ചോദിക്കൂ കേട്ടോ. അപ്പോൾ ഇവരുടെ സംസാരം എല്ലാം ദേവേനെ അവിടെ നിന്നിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നൈനയ്ക്കാണെങ്കിലും അതുപോലെ ഒരു നെക്ലേസ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ നിനക്ക് സ്വർണ്ണത്തിനോട് വലിയ ഇതൊന്നും ഇല്ലല്ലോ, പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സ്വർണ്ണത്തിനോട് വലിയ ഇതൊന്നും ഇല്ല, പക്ഷേ ഇത് കണ്ടപ്പോൾ എന്തോ ഒരു ഇഷ്ടം തോന്നി, എങ്ങനെ കാണാനും നല്ല സിമ്പിളാണ്, അങ്ങനെ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഡിസൈൻ നമുക്കും അങ്ങനെ രൂപപ്പെടുത്തി എടുക്കാവുന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എന്താ കോപ്പിയടിയാണോ എന്നിങ്ങനെ നവ്യ ചോദിക്കൂട്ടോ. അപ്പം അങ്ങനെയൊന്നല്ല, നമ്മൾ ഓരോ ഡിസൈൻ ചെയ്യുന്ന സമയത്തും നമ്മുടെ മനസ്സിൽ നമ്മൾ കണ്ട ഡിസൈനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഓരോ ഡിസൈനും ചെയ്തെടുക്കുന്നതെന്നൊക്കെ പറയട്ടെ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരെണ്ണം കിട്ടിയാൽ എനിക്ക് കൊള്ളായിരുന്നു എന്നിങ്ങനെ നൈന പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി ഇതെല്ലാം അവിടെ നിന്നിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ആദർശേട്ടൻ വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ട് നൈന അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. നവ്യയുടെ കയ്യിൽ ആ മാഗസിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൈന അങ്ങ് പോകുന്ന സമയത്ത് ദേവയാനി അവിടേക്ക് വരുമ്പോൾ ദേവയാനിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഡിസൈൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അവൾക്ക് മറ്റാരെങ്കിലും ചെയ്ത ഡിസൈനൊക്കെ ഇഷ്ടപ്പെടുമോ, അവളും വലിയ ഡിസൈനർ ആണല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് നവ്യ പറയാണ് അവൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ദേവയാനി ഇങ്ങനെ അത് നോക്കിയിട്ട് പറഞ്ഞത് ശരിയാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല സിമ്പിളുമാണ്, ഇതെന്തായാലും ഇതുപോലെ ഒരെണ്ണം അവൾക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെയാണ് കേട്ടോ ദേവയാനി മനസ്സിലോർക്കുന്നത്. പിന്നീട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ആൻമരിയനെ വിളിക്കുന്നുണ്ടായിരുന്നേ. ആ കുട്ടിയാണെങ്കിൽ എന്തോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ദേവയാനി വിളിക്കുന്നത്. അപ്പോൾ ദേവയാനി വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ എനിക്ക് മോളെ ഒന്ന് കാണണമല്ലോ എന്ന് പറയട്ടെ. അപ്പോൾ എന്താ അർജൻറ്റാണോ ആൻറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫോണിലൂടെ പറയാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഫോണിലൂടെ പറയുകയൊക്കെ ചെയ്യുക, പക്ഷേ നേരിട്ട് പറയുന്നതല്ലേ അതിൻ്റെ ഒരു അത് നല്ലതെന്ന് ഇങ്ങനെ പറയട്ടെ. അപ്പോൾ ഇവരുടെ സംസാരം എല്ലാം നൈന അങ്ങനെ മാറി നിന്നിട്ട് കാണുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആദ്യം ഞാൻ ഗ്രേസിനെ വിളിക്കാമെന്നാണ് വിചാരിച്ചത്, പിന്നെ മോളെ അങ്ങ് വിളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരിട്ട് കണ്ടിട്ട് പറയുന്നതായിരിക്കും നല്ലത്, മോളെ എപ്പോഴാണ് കാണാൻ പറ്റുകയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആൻമരി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞാനിപ്പോൾ ഒന്ന് പുറത്തു പോവും, അതിനുശേഷം ഞാൻ വിളിക്കാമെന്ന് പറയൂ കേട്ടോ. അപ്പോൾ ആൻറ്റി എവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുകയാണ്. പിന്നീട് നൈനിയാണെങ്കിലും ഇങ്ങനെ ചിന്തിക്കുകയാണ്, അമ്മ എന്തിനായിരിക്കും അങ്ങനെ, അമ്മ ആൻമരിയനെ എന്ന് വിളിച്ച് മനസ്സിലായി, പക്ഷെ എന്തിനായിരിക്കും അമ്മ അവളെ വിളിച്ചത് എന്നുള്ള ആ ചിന്തയ്ക്കാണ് കേട്ടോ നൈനയുടെ മനസ്സിൽ. ദേവയാനിയാണെങ്കിലും ഈ സമയത്ത് ഇങ്ങനെ ഓർക്കുന്നത്, എൻ്റെ മരുമകളാണെങ്കിൽ ഒന്നും അങ്ങനെ ആവശ്യപ്പെടാറില്ല, അപ്പോൾ അവളുടെ മനസ്സിലാക്കി ഞാൻ തന്നെയല്ലേ അവൾക്ക് എല്ലാം ചെയ്തു കൊടുക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പം നൈനയ്ക്കാണെങ്കിലും ഓരോരോ സംശയങ്ങളാണ് കേട്ടോ മനസ്സിൽ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്തിനായിരിക്കും അമ്മ അങ്ങനെ ആൻമരിയനെ വിളിച്ചത്, അതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതിന് മുന്നേ ഒരുപാട് സംശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കണം എന്നൊക്കെയാണ് നൈന ചിന്തിക്കുന്നത്. പിന്നീട് ദേവയാനി ആൻമരിയനെ കാണാനായിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ആൻമരിയ ദേവയാനിനെ കാണുമ്പോൾ തന്നെ, വാ ആൻറ്റി, എന്തിനാ ആൻറ്റി എന്നെ കാണണമെന്ന് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എൻ്റെ മരുമകളുടെ ഡിസൈനൊക്കെ മോൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കൂട്ടോ ആൻമരിയനോട് ആദ്യം. അപ്പോൾ അതിങ്ങനെ ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ഇത്തവണത്തെ വിഷുവിന് ഞങ്ങളിങ്ങനെ മൂർത്തീസ് ജ്വല്ലറിയിലേക്ക് പോകാനിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ്. അന്നേ മമ്മിക്കൊരു ഒഴിവ് കിട്ടുള്ളൂ എന്നൊക്കെ പറയാണ്ട്. അപ്പം അതിൻ്റെ മുന്നേ മോള് മമ്മീനോടൊന്ന് ഫ്രീ ആവാൻ പറ്റുമോ എന്ന് ചോദിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ ദേവയാനി ആണെങ്കിലും. അപ്പോൾ നിങ്ങളുടെ ഒരു സംഘടന ഉണ്ടല്ലോ WCS, അപ്പോൾ അതിങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ സമൂഹത്തിൽ മികച്ച ഇങ്ങനെ ഇത് കൈവരിക്കുന്ന വനിതകൾക്ക് ഇങ്ങനെ എന്തോ പുരസ്കാരം കൊടുക്കാറില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഇത്തവണ എൻ്റെ മരുമകൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ കഴിഞ്ഞ തവണ ജൈവ കൃഷിയിൽ ഇങ്ങനെ മികച്ച ഒരു ഇത് നടത്തിയിട്ടുള്ള ഒരു വനിതയ്ക്കാണ് കൊടുത്തതെന്നൊക്കെ ആൻമരിയ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ അത് നൈനയ്ക്ക് കൊടുക്കണം എന്നൊക്കെയാണ് കേട്ടോ ദേവയാനി പറയുന്നത്. അപ്പോൾ ആൻറ്റിക്ക് ഇപ്പോൾ മരുമകളോട് നല്ല സ്നേഹമാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ.
അപ്പോൾ അതിനുള്ള കാരണമൊക്കെ ഞാൻ ഇങ്ങനെ ഗ്രേസിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആ മമ്മി എന്നോട് പറഞ്ഞായിരുന്നു, അവർക്ക് ഇങ്ങനെ ഒരു നല്ല മനസ്സുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവർക്കൊരു പുരസ്കാരം കൊടുക്കാമെന്ന് മമ്മീനോട് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു അവസരം തന്നെയാണല്ലോ ഇപ്പോൾ മുന്നിലുള്ളത്. അവരാണെങ്കിൽ നൈനാമ്മയുടെ ഇങ്ങനെ ഡിസൈനിങ്ങിൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ആൻമാരിയെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ ആ പുരസ്കാരം നൈനയ്ക്ക് കൊടുക്കണം, അതിനുള്ള എല്ലാ സഹായം ദേവയാനി ചെയ്യാമെന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, നയനേനെ സ്നേഹിച്ച് തുടങ്ങിയ കാര്യങ്ങളും എല്ലാം തന്നെ ആൻമരിയനോട് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് കരൾ തന്ന കുട്ടീനെ കാണണമെന്ന് എനിക്ക് വലിയ അതിയായ ആഗ്രഹമായിരുന്നു. പക്ഷേ എൻ്റെ ഭർത്താവും എൻ്റെ മകനൊന്നും അത് സാധിപ്പിച്ച് തന്നില്ല. എന്നെ അവർ കുരങ്ങ് കളിപ്പിച്ചു, അതുപോലെ തിരിച്ചും അവരെ കുരങ്ങ് കളിപ്പിക്കണം എന്നെനിക്കുണ്ടായിരുന്നു, എൻ്റെ മരുമകൾ ഉൾപ്പെടെ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും അവരാരും എനിക്ക് കാണിച്ചു തന്നില്ലെങ്കിലും ഞാനും എൻ്റെ ഒരു ചെറിയ സംശയം വെച്ച് ഞാൻ തന്നെയാണ് നയനയാണ് എനിക്ക് കരൾ തന്നതെന്ന് കണ്ടുപിടിച്ചതെന്നൊക്കെ ആൻമരിയനോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവൾ ഇങ്ങനെ ഒരു നന്മ എനിക്ക് ചെയ്തപ്പോൾ അവളോടുള്ള അങ്ങനെ വെറുപ്പൊക്കെ എനിക്ക് 1000 മടങ്ങ് സ്നേഹമായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും നയനയോട് നല്ല സ്നേഹമാണ് എന്നുള്ള കാര്യമൊക്കെ ആൻമരിയനോട് പറയുകയാണ്. അപ്പോൾ ആൻമരിയ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നാൽ പെട്ടെന്ന് തന്നെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനിയാണെങ്കിലും അതിനങ്ങ് സമ്മതിക്കുകയാണ് കേട്ടോ. അന്നിങ്ങനെ ആ പുരസ്കാരത്തിൽ നയനയ്ക്ക് മൊമെൻ്റോ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ വേറൊരു ഗിഫ്റ്റും കൂടെ കൊടുക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഗിഫ്റ്റും ഞാൻ തന്നെ ഇങ്ങനെ സ്പോൺസർ ചെയ്യും, അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഞാനാണെന്ന് അറിയരുത് എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ എന്തായാലും ആ ഗിഫ്റ്റ് എന്താണെന്നുള്ളതൊക്കെ ആൻമരിയ എന്നോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നയനയ്ക്ക് ഇഷ്ടപ്പെട്ട ആ നെക്ലേസിൻ്റെ ഫോട്ടോ ദേവയാനിയുടെ ഫോണിലുണ്ടായിരുന്നു. അതെടുത്ത് കാണിച്ച് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ആൻമരിയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതെങ്ങനെയുണ്ടെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ കാണാനും നല്ല സിമ്പിളാണ്, നല്ല ഭംഗിയുണ്ട് എന്ന് പറയൂ കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് നൈന മേഡം ഡിസൈൻ ചെയ്തതാണോ എന്ന് ചോദിക്കും. അല്ല, ഇതൊരു മാഗസിനിൽ കണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടതാണ്, അപ്പോൾ അതുകൊണ്ടാണ് അവൾക്കിത് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചതെന്ന് പറയുമ്പോൾ, ഇതിപ്പോൾ മൂർത്തേസ് ജ്വല്ലറി തന്നെ പണിയിക്കാൻ കൊടുത്താൽ മതിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആൻമരി ആണെങ്കിലും അത് അവിടെ കൊടുക്കാം, പക്ഷേ അതിനുള്ള പണമെല്ലാം ഞാൻ തരുന്നതാണ് കേട്ടോ ദേവയാനി പറയുന്നത്. പിന്നെ അതൊന്നും മറ്റാരും അറിയരുത് എന്ന് പറയുകയാണ്. അപ്പോൾ എന്തായാലും ആൻറ്റി ആ പുരസ്കാര സമയത്ത് ആ ഇതിന് വരുമോ, ഫംഗ്ഷന് വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് വരാൻ പറ്റില്ല, ഞാനെല്ലാം പിറകിൽ നിന്നല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റിക്ക് ഇങ്ങനെ മരുമകളോട് സ്നേഹമാണെന്നുള്ളത് മറ്റാർക്കും അറിയില്ല എന്നൊക്കെ ആൻമരിയെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അറിയില്ല എന്ന് പറയട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ചടങ്ങിന് വരാൻ പറ്റുമെന്ന് തോന്നിയില്ല. പക്ഷേ എനിക്കൊരു ആഗ്രഹമുണ്ട്, ആ ചടങ്ങ് മറിഞ്ഞു നിന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് ശരിയാക്കാമെന്ന് ആൻമരിയെ പറയൂട്ടോ. അപ്പോൾ ദേവേനയാണെങ്കിലും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.